നമസ്കാരം. ഗവർണർ നിയമനങ്ങളിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് സംഘപരിവാർ അജണ്ടയാണ്. എന്തു ചെയ്തും സർക്കാരിനെ എതിർക്കുക, സർക്കാരുമായി ഒരു വിധത്തിലും ഒത്തുപോകാതിരിക്കുക. ഇതിനാണ് നരേന്ദ്രമോദി കൈയാളുന്ന കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. സർക്കാർ ഗവർണർ പോര് രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ബീഹാറിലേക്കാണ് ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റി നിയമിച്ചത്. നിലവിലെ ബീഹാർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിന്റെ ഗവർണറായി എത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി LDF സർക്കാരുമായി നല്ല ബന്ധമല്ല ആരിഫ് മുഹമ്മദ് ഖാന് തുടർന്നിരുന്നത്. ബില്ലുകളിൽ ഒപ്പിടൽ തുടങ്ങി VC നിയമനം വരെയുള്ള വിഷയങ്ങൾ സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടലായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിലും ഗവർണർ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ പേരെടുത്തു പറഞ്ഞായിരുന്നു വിമർശനം ഉണ്ടായത്. പുതിയ ഗവർണർക്ക് സർക്കാരിനൊപ്പം ഭരണഘടനാപരമായി യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സർക്കാർ പാസാക്കുന്ന നിയമങ്ങളും നിയമനിർമ്മാണത്തിന് ആവശ്യമായ സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഗവർണറെയാണ് കേരളം കണ്ടിട്ടുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തനായിരുന്നു നിലവിലുള്ള ഗവർണർ, അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ. അത് മാറി ശരിയായ രീതിയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചു പോരുന്ന ഒരു സമീപനത്തിലേക്കുള്ള ഗവർണർ എത്തണം. ഇതുവരെ കേരളം കേട്ടുകേൾവിയില്ലാത്ത ഭരണഘടനാ വിരുദ്ധ നിലപാടുകളാണ് നിലവിലുള്ള ഗവർണർ സ്വീകരിച്ചിരുന്നതെന്നും പരാതി കേരളത്തിൽ വ്യാപകമായുണ്ട്. അതിന് വെള്ളപൂശാൻ വേണ്ടി മഹത്വവൽക്കരിക്കാനും വേണ്ടിയും ശ്രമങ്ങളാണ് ചില മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് തികച്ചും കേരള വിരുദ്ധമായ സമീപനമാണ്. പുതിയ ഗവർണർ വന്നിരിക്കുന്നു. BJP ആണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. പരമ്പരാഗതമായ RSS BJP സംവിധാനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഗവർണറെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ഗവർണറെ പറ്റി മുൻകൂട്ടി അദ്ദേഹം എങ്ങനെ ആയിരിക്കുമെന്ന് പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും MV ഗോവിന്ദൻ പറയുന്നു. ഗോൾവാർക്കന്റെ വിചാരചിന്ത അനുസരിച്ച് സംഘപരിവാറിന് 3 ആഭ്യന്തര ശത്രുക്കളാണുള്ളത്. അതിൽ ഒന്നാമത്തേത് മുസ്ലിമും, രണ്ടാമത്തേത് ക്രിസ്ത്യാനികളും, മൂന്നാമത്തേത് കമ്മ്യൂണിസ്റ്റുകളുമാണ്. അതാണ് അവരുടെ പ്രത്യയ ശാസ്ത്രം. ഇത് വെച്ച് താൽക്കാലികമായി ക്രിസ്ത്യാനികളെയും അവർ ആശ്രയിക്കുന്നുണ്ട്. തൃശൂർ ഉൾപ്പെടെ ജയിക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യാനി വോട്ട് നേടുന്നതിനും വേണ്ടിയും പ്രവർത്തനങ്ങൾ BJP സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മണിപ്പൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ക്രിസ്ത്യാനികൾക്ക് മേൽ ഇന്ത്യയിലെ വിവിധ പള്ളികൾക്ക് മേലുള്ള കടന്നാക്രമണം ഇപ്പോഴും തുടരുകയാണ്. കേരളത്തിലെ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം വരെ തകർക്കാനുള്ള ശ്രമവും നടന്നു. ഇതെല്ലാം പൊതുവായി എതിർക്കപ്പെടേണ്ടതാണ്. ഇനിയുള്ള വരുന്ന ഗവർണർ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് കാണാം.